ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ടിഡ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിലെത്തുന്നവരെയുള്ള വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ടിഡ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണ്. ഇവിടുത്തെ ഐസ് ഗുഹയുടെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു തുരങ്കം പോലെ ഉള്ള ഒരു തുരങ്കത്തിലൂടെയാണ് നമ്മൾ ഈ ഐസ് കേവ്സ് എന്ന് പറയുന്ന ഗുഹകൾ ആ തുരങ്കത്തിനകത്തേക്ക് പോയാണ് നമ്മൾ കാണുന്നത്. അങ്ങോട്ടുള്ള പാതയിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. പർവ്വത ശൃംഗങ്ങളും മേഘങ്ങളും ചേർന്ന ഒരു പ്രദേശമാണ് സ്വിറ്റ്സർലൻഡ്. ആ രാജ്യത്തിൻ്റെ ഉന്നതമായ ഹൈ ആൽപ്സ് പർവ്വതശൃംഗങ്ങളിലൊന്നായ ടിഡ്ലിസ് അനേകം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഇടമാണ്. പർവ്വത ഗണങ്ങളിലേക്കുള്ള യാത്ര ശൈത്യവും തണുപ്പും നിറഞ്ഞ പരിസരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. എന്നാൽ ടിഡ്ലിസ് ഐസ് കേവുകൾ സന്ദർശിക്കുന്ന ഒരു ജീവിത അനുഭവമായി മാറുന്നു. ഐസ് കേവുകൾ എന്ന് കേൾക്കുമ്പോൾ എങ്ങനെ അത് കാണാമെന്നോ അവിടെ എന്താണ് കാണുന്നതെന്നോ ഒരു അനുഭവത്തിലൂടെ മനസ്സിലാക്കാനാകും. ഇവിടെ ടിഡ്ലിസ് പർവ്വതത്തിലെ ഐസ് കേവുകൾ കണ്ട് അത് ഓരോ സന്ദർശകനും അനുഭവിക്കുന്നു. നമ്മൾ ഇവിടുന്നാണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് ഐസ് കേവിലേക്കുള്ള പ്രവേശനം. ഇവിടെ ഈ ഡോറ് വഴിയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡോറാണ്. നമുക്കകത്ത് കയറി അത് കറങ്ങാൻ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടുത്തെ ഈ അപ്പുറത്തെ ടെമ്പറേച്ചറും ഇപ്പുറത്തെ ടെമ്പറേച്ചറും തമ്മിൽ വലിയ വ്യത്യാസം വരത്തില്ല. നമ്മളിപ്പം ഐസ് കേവിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അതിനകത്തെത്തി ഐസ് തുടങ്ങുന്ന ഭാഗമാണ്. ഈ പാള നിൽക്കുന്നതിൻ്റെ അപ്പുറത്തൊട്ടാണ് ഐസ് തുടങ്ങുന്നത്. കണ്ടവർ തിരിച്ചു പോകുന്നുണ്ട്. നമുക്ക് അവിടെ പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഇട്ടാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. ഫ്ലാഷ് ഇപ്പോഴാണ് നമ്മൾ ഓൺ ചെയ്ത്. എൻ്റെ ഈ കയ്യറയിൽ ഈ മൊബൈൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ കയ്യറ ഊരി നമ്മൾ ഫ്ലാഷ് ഓൺ ചെയ്തിട്ടാണ് ഇപ്പം അകത്തേക്ക് കയറുന്നത്. ഇങ്ങനെ ചുറ്റിനും വട്ടത്തിൽ നിറയെ ഇങ്ങനെ ഐസിൻ്റെ മഞ്ഞ് പാളികൾ നിറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ വെള്ളം ഇറ്റിട്ട് വീഴുന്ന കണ്ടീഷനിൽ. അപ്പോൾ ഇത് നമ്മൾ ഈ ഐസ് കേവ്സിലൊക്കെ പോകാൻ പാകത്തിനുള്ള ഈ മഞ്ഞുള്ള സ്ഥലം വഴി പോകണം എന്നുള്ളതുകൊണ്ട് ഗ്രിപ്പുള്ള അഡീഷണൽ ഷൂ കൂടെ കരുതിയിരുന്നു. ഗ്രിപ്പുള്ള, അതുപോലെ തന്നെ അകത്തേക്ക് മഞ്ഞിലൂടെ പോയാൽ നനയല്ലാത്ത ഒരു നല്ല മൈനസ് ടെമ്പറേച്ചറിലും ഉള്ളിലേക്ക് വെള്ളം കയറിയല്ലാത്ത ടൈപ്പ് ഷൂ കരുതിയിരുന്നു. പക്ഷേ ഇവിടെ ഒരു സൈഡ് വഴി പിടിച്ചോണ്ട് പോകാം. നമുക്ക് ഒരു കൈയിൽ ക്യാമറയായിട്ട് ഒരു കൈ പിടിച്ചൊന്നും അതിലൂടെ പോകാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെയുള്ള സാബുവാണ് മുന്നേ പോകുന്നത്. അവിടെ വരെ നമ്മൾ ചെന്നപ്പോഴത്തേനും തെന്നലാണ്. രണ്ട് കൈയും പിടിച്ചാൽ കഷ്ടിച്ചാൽ പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഈ ഒട്ടും അത്രയ്ക്ക് ഗ്രിപ്പുള്ള ഷൂ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. നല്ല ഗ്രിപ്പുള്ള ഷൂ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ തെന്നലുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേനും നല്ല തെന്നലാണ്. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് ഒരു കൈ കൊണ്ട് ആ സൈഡിലത്തെ കമ്പിയെല്ലാം പിടിച്ച് പോകാൻ പറ്റുന്നില്ല, തെന്നി പോവാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് സാബു പക്ഷെ മുന്നോട്ട് പോയി. സാബു ക്യാമറ എടുത്തിട്ടില്ല. സാബു ക്യാമറ പോക്കറ്റിലാണ്. എനിക്ക് ഒരു കൈ ക്യാമറയും അതുമായിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോരുകയാണ്. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇവിടുത്തെ സ്വിറ്റ്സർലൻഡിൻ്റെ അല്ലെങ്കിൽ ഈ യൂറോപ്പിലെ ആൽപ്സിലെ ഏറ്റവും പൊക്കം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് യുങ്ഫ്രോ എന്ന് പറയുന്നതാണ്. ആ കൊടുമുടിയിലെ കൊടുമുടിയിൽ നമ്മൾ കയറി അവിടുത്തെ ഐസ് കേവ്സിനകത്ത് ഏതായാലും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഒരു ഐസ് കേവ്സിൻ്റെ ഫുൾ വീഡിയോ യുങ്ഫ്രോയുടെ പിന്നെ വീഡിയോ ഇടുമ്പോഴത്തേനും നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. ഐസ് കേവ്സിൻ്റെ ഫുള്ളുള്ള ഒരു വീഡിയോ നമ്മളിനി അടുത്ത ഒരു പർവ്വതം കയറുന്നുണ്ട്.
അതിനോട് വിടാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.